الحمدلله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും രഹസ്യമായ നിലപാടുകളിലും പരസ്യമായ സമീപനങ്ങളിലും ഏകനായ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, വിശുദ്ധമായ വളരെ ഖൈറും ബർക്കത്തും നിറഞ്ഞ ഒരു മാസത്തിലേക്കാണ് നമ്മൾ ചുവടുവെക്കുന്നത്. ഇൻഷാ അല്ലാഹ് 2 ദിവസങ്ങൾക്ക് ശേഷം വിശുദ്ധ റമദാൻ സമാരംഭിക്കുകയാണ്. സൗമ് റമദാൻ അത് ഇസ്ലാമിൻ്റെ 5 സ്തംഭങ്ങളിൽ ഒന്നാണ്. ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ടതാണ്, അതിൻ്റെ 5 കാര്യങ്ങളിൽ ഉൾപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. ഒരാൾ അതിനെ നിഷേധിക്കുകയും അതുപോലെ അതിനെ തള്ളിക്കളയുകയും ചെയ്താൽ അയാളുടെ സ്ഥാനം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ആ മാസത്തിലെ നോമ്പ് നിർബന്ധമാണ്. മതപരമായ കാരണങ്ങൾ കൊണ്ട് നോൽക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് മാത്രമേ ഇളവ് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ. അവർ തന്നെ മറ്റൊരു ദിവസം നോറ്റുവീട്ടുകയും ചെയ്യണം. അത്ര പ്രാധാന്യമുള്ള റമദാൻ മാസത്തിൻ്റെ നോമ്പ്, ഇത് പൂർവിക സമുദായങ്ങൾക്കും ഇത്തരത്തിലുള്ള നോമ്പുകളുണ്ടായിരുന്നു. പക്ഷേ വിശദാംശങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടായിരിക്കും. സമയത്തിൽ, എണ്ണത്തിൽ, രൂപത്തിൽ, സ്വഭാവത്തിൽ, ഇങ്ങനെ അവരുടെ അതേ നോമ്പ് തന്നെ നമുക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. നമുക്ക് മാതൃക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അഥവാ പ്രഭാതം മുതൽ പ്രദോഷം വരെ കുലൂ വഷ്റബൂ ഹത്താ യതബയ്യന ലകുമുൽ ഖൈത്തുൽ അബീദു മിനൽ ഖൈത്തിൽ അസ്വദി മിനൽ ഫജ്ർ. അങ്ങനെ ആ പ്രഭാതം മുതൽ പ്രദോഷം വരെ മഗ്രിബ് സുബഹി നമസ്കാരത്തിൻ്റെ ബാങ്ക് മുതൽ മഗ്രിബ് നമസ്കാരത്തിൻ്റെ ബാങ്ക് വരെ ആ ടൈമിൽ, അതിന് മുമ്പായി അതിനിടയ്ക്കുള്ള സമയങ്ങളിൽ കുലു വഷ്റബു, നിങ്ങൾക്ക് തിന്നാം കുടിക്കാം. പക്ഷേ ഈ ടൈം പിന്നെ നിങ്ങളത് തിന്നാനോ കുടിക്കാനോ അതുപോലെ ഭാര്യയുമായി ശാരീരിക ബന്ധം പുലർത്താനോ അതുപോലുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ഇത്രയും വിശുദ്ധമായ ഒരു ഇബാദത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ചില പ്രാഥമികമായ കാര്യങ്ങൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ മാസത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് വിശ്വാസികളോട് പറഞ്ഞ ഒരു ഉപദേശം
വളരെ അർത്ഥവത്താണ്. ഈ ഹദീസ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ജാഅക്കും റമളാനു, ഇതാ നിങ്ങൾക്ക് റമളാൻ മാസം വന്നെത്തിയിരിക്കുന്നു. ഷഹ്റും മുബാറക്, അനുഗ്രഹീതമായ മാസമാണത്. ഇഫ്തറല്ലാഹു അലൈക്കും സിയാമഹു, ആ മാസത്തിൽ 29 30 അതിൻ്റെ മുഴുവൻ ദിവസങ്ങളും വ്രതമനുഷ്ഠിക്കൽ നിങ്ങളുടെ മേൽ നിർബന്ധമാണ്. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, ഈ മാസം വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിൻ്റെ മുഴുവൻ വാതിലുകളും കവാടങ്ങളും തുറക്കപ്പെടും. വ തുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, കത്തിക്കാളുന്ന നരകത്തിൻ്റെ കവാടങ്ങൾ മുഴുവനും അടക്കപ്പെടും. വ തുഗല്ലു ഫീഹി ശയാത്തീൻ, മനുഷ്യരെ വഴിതെറ്റിക്കുന്ന മനുഷ്യന് ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ മുബീൻ, നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാണ് പിശാച് എന്ന് പറയുന്ന ആ മനുഷ്യവർഗത്തിൻ്റെ ശത്രുവിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല വിലങ്ങ് വെക്കും, അഥവാ അവൻ്റെ സ്വാതന്ത്ര്യത്തെ അള്ളാഹു നിയന്ത്രിക്കും. വഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, ആ 30 ദിവസങ്ങളിൽ അവസാനത്തെ 10 ഒറ്റയൊറ്റ രാവുകളിൽ ഒരു ദിവസം ലൈലത്തുൽ ഖദറാണ്. ആ ലൈലത്തുൽ ഖദർ 1000 മാസങ്ങളെക്കാൾ പുണ്യകരമായ ഒരു ദിവസമാണ്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഹരിമ ഖൈറഹാ ഫഖദ് ഹരിം. ആ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം അത്രമാത്രം വർദ്ധിച്ചതാണ്. അതുകൊണ്ട് ആരെങ്കിലും ആ അനുഗ്രഹത്തിൽ നിന്ന് തടയപ്പെട്ടാൽ, അയാൾക്ക് അതിൻ്റെ ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ, മാസം കഴിഞ്ഞു പോയി പക്ഷെ ആ ഗുണം കിട്ടിയിട്ടില്ലെങ്കിൽ, അവനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നന്മകൾ ലഭിച്ചിട്ടില്ലാത്ത, കിട്ടിയിട്ടില്ലാത്ത നിർഭാഗ്യവാനായിത്തീരും ഈ ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം ലഭിക്കാതെ പോയാൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സരളമാണ്, ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. അനുഗ്രഹീത മാസമാണ്. അതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ടിരിക്കുന്ന ദിനങ്ങളാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നാം മാനസികമായി ശാരീരികമായി ഏറ്റവും ശക്തമായ തീരുമാനമെടുത്ത് ഈ ദിവസം പുണ്യകരമാക്കി തീർക്കാനും പ്രയോജനപ്രദമാക്കി തീർക്കാനുമുള്ള ഒരുക്കങ്ങൾ നടത്തണം. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മൗസിമുകളുണ്ട്. ദുൽഹജ്ജ് മാസം ചില പ്രത്യേകതകൾ നൽകപ്പെട്ട മാസമാണ്. റമദാൻ മാസം ചില പ്രത്യേകതകൾ നൽകപ്പെട്ട മാസമാണ്. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വർദ്ധിച്ച പ്രതിഫലങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് ചില പ്രധാനമായ കാലയളവ് നിർണയിച്ചിരിക്കുന്നത് അവൻ്റെ അടിമകളോടുള്ള കാരുണ്യ നിമിത്തമാണ്. നമ്മുടെ പ്രവർത്തനങ്ങൾ കുറവാണെങ്കിലും അതിനെ സ്വീകരിച്ചുകൊണ്ട് കണക്കറ്റ കൂലി കൊടുത്ത് നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ രക്ഷപ്പെടണം എന്ന പടച്ചവൻ്റെ അങ്ങേയറ്റത്തെ ആ ആഗ്രഹവും ഇഷ്ടവും കൊണ്ടാണ് ഇങ്ങനെയുള്ള പുണ്യകരമായ ദിവസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ പൂർവികന്മാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസികളായ ആളുകളുടെ സ്വഭാവം എന്താണ്? ഒരു റമദാൻ മാസം നോമ്പനുഷ്ഠിക്കുവാനുള്ള ഭാഗ്യം നമുക്ക് ലഭിച്ചാൽ നാം അൽഹംദുലില്ലാ എന്ന് പലതവണ പറയണം. കാരണം കഴിഞ്ഞ റമദാൻ കഴിഞ്ഞ് ഈ റമദാനിടക്ക് നമുക്കറിയാവുന്ന ഒരുപാട് പേര് മരണപ്പെട്ടു പോയി. അവർക്കൊന്നും ഈ റമദാൻ മാസത്തിൽ ജീവിക്കാനുള്ള, കഴിഞ്ഞുകൂടാനുള്ള, അതിന് പുണ്യം നേടാനുള്ള അവസരം കിട്ടിയിട്ടില്ല. ഒരുപാട് ആളുകൾ ഇനി ഒരുപക്ഷെ ഈ റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാനിൽ നമ്മൾ ആരെങ്കിലും ഉണ്ടാകുമോ എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ നിവൃത്തിയില്ല. അത് നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ കിട്ടിയ സന്ദർഭം അത് ഉപയോഗപ്പെടുത്തണം. അതുകൊണ്ടാണ് റമദാൻ കഴിഞ്ഞാൽ 6 മാസം പുണ്യവാന്മാരായ ആളുകൾ പ്രാർത്ഥിച്ചിരുന്നത്, അല്ലാഹുമ്മ തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് ഈ ഇബാദത്ത് നീ സ്വീകരിക്കണമേ എന്നാണ്. അടുത്ത 6 മാസത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാൻ, റമദാൻ കഴിയുന്നതിന് മുമ്പ് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ, ഞങ്ങൾക്ക് ആ റമദാനിൽ എത്തിച്ചേരാൻ തൗഫീക്ക് നൽകണമേ എന്നാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ റമദാൻ മാസത്തിൻ്റെ ഇങ്ങനെയൊരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് അശ്രദ്ധ കൊണ്ടും മറ്റു വിധത്തിലുള്ള കളിതമാശകൾ കൊണ്ടും പല വിധത്തിലുള്ള തെറ്റായ പ്രവണതകൾ കാരണവും ഈ മാസം ആരെയും കാത്തിരിക്കുകയില്ല. ഒരു തീവണ്ടിയുടെ കമ്പാർട്ട്മെൻറ്റ് ഓടിമറയുന്നത് പോലെ 1, 2, 3 ആദ്യത്തെ 10 കഴിഞ്ഞു, രണ്ടാമത്തെ 10 കഴിഞ്ഞു, മൂന്നാമത്തെ 10 കഴിഞ്ഞു, പെരുന്നാളായി. അതങ്ങനെ തീരും, ഇത്രയും പെട്ടെന്ന് തീരും. പക്ഷെ അത് തീരുന്നതിന് മുമ്പ് അതിനെ പിടിച്ച് അതിൻ്റെ പൂർണ്ണമായ പ്രതിഫലങ്ങൾ നേടാൻ നോക്കണം. അത് ചെയ്യുന്നില്ലെങ്കിൽ അവനെതിരായിട്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ഒരു ഹദീസിൽ മാലിക് ബിൻ ഹുവൈരിസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹം പറയാണ്, സഅദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൻ്റെ മുകളിൽ കയറി. ഫലമ്മാ റഖിയ അതബത്തൻ, ഒരു പടി ചവിട്ടിയപ്പോൾ ഖാല ആമീൻ, ആമീൻ എന്ന് പറഞ്ഞു. സുമ്മ റഖിയ അതബത്തൻ ഉഖ്റ, രണ്ടാമത്തെ പടവ് ചവിട്ടിക്കയറിയപ്പോഴും ഫഖാല ആമീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. സുമ്മ റഖിയ അതബത്തൻ സാലിസ, മൂന്നാമത്തെ പടവ് കയറിയപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. സുമ്മ ഖാല, പിന്നെ നബി പറയുകയാണ്, എന്തിനാണ് ഞാൻ ആമീൻ പറഞ്ഞത് അവർ ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അതാനി ജിബ്രീലു, എൻ്റെ അടുക്കൽ ദൈവിക സന്ദേശങ്ങളുമായി വരുന്ന മാലാഖ അഥവാ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഫഖാല, എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫഅബ്അദഹുല്ലാഹ്, റമളാൻ മുഴുവൻ ജീവിക്കാൻ അവസരം അള്ളാഹു കൊടുത്തു. അവൻ റമളാനിൽ ഉണ്ടായിരുന്നു ജീവനോടെ, പക്ഷെ റമളാൻ അങ്ങ് കഴിഞ്ഞുപോയി, അവൻ്റെ കുറ്റങ്ങളൊന്നും പൊറുക്കപ്പെട്ടില്ല. അങ്ങനെയുള്ളവനെ അള്ളാഹു അനുഗ്രഹത്തിൽ നിന്ന് വിദൂരമാക്കട്ടെ എന്ന് ജിബ്രീൽ പ്രാർത്ഥിച്ചു. അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. അതുപോലെ തന്നെ ഒമൻ അദ്റക വാലിദൈഹി ഔ അഹദഹുമാ ഫദഖലന്നാറ, രണ്ട് മാതാപിതാക്കൾ ഉമ്മയും ബാപ്പയും അല്ലെങ്കിൽ അതിലേതെങ്കിലും ഒരാൾ തൻ്റെ കൂടെ ജീവിച്ചിരുന്നിട്ട് അവർക്ക് പുണ്യം ചെയ്തിട്ട് സ്വർഗത്തിലെത്താൻ സാധിക്കാത്ത നിർഭാഗ്യവാൻ, അബഅദഹുല്ലാ, അങ്ങനെയുള്ള ധിക്കാരിയായ സന്താനത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹത്തിൽ നിന്ന് അകലെയാക്കട്ടെ, ദൂരെയാക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. മൂന്നാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജിബ്രീൽ ഫഖാല, ജിബ്രീൽ പറഞ്ഞു, മൻ ഇദാ ദുകിർത ഇൻദഹു ഫലം യുസല്ലി അലൈക്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേര് അവൻ്റെ മുമ്പിൽ പറയപ്പെട്ടിട്ട്, താങ്കളുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ട് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാത്തവൻ ഫഅബ്അദഹുല്ലാഹ്, അള്ളാഹു അവനെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റട്ടെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ പറഞ്ഞു, കുൽ ആമീൻ, അവിടെയാണ് നീ പറ ആമീൻ. അങ്ങനെ നബി കുൽതു ആമീൻ. അങ്ങനെ 3 ആമീനുകൾ. അതിൽ ആദ്യത്തെ ആമീൻ എന്തിനാണെന്നറിയോ? റമളാൻ വന്നു, അതങ്ങ് പോയി, അതിൻ്റെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല. സഹോദരന്മാരെ, അങ്ങനെ ആവരുത്. നമ്മൾ വളരെ സജീവമായി ഇവിടെയുള്ള ഇബാദത്തുകളിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ ബദ്ധശ്രദ്ധരായിരിക്കണം. അങ്ങനെയുള്ള യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അലാ ഇഹ്സാനിഹി വശുക്റു ലഹു അലാ തൗഫീഖിഹി വംതിനാനിഹി അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു തഅദീമൻ ലിശഅനിഹി വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുല്ലാഹി വറസൂലുഹു ദാഇ ഇലാ റിദ്വാനിഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വഇഖ്വാനിഹി. സഹോദരന്മാരെ, സഹോദരികളെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഉപദേശിക്കുകയാണ്. സഹോദരന്മാരെ, ഇത്തരം ഇബാദത്തുകൾ വളരെ ആത്മാർത്ഥമായി അത് അനുഷ്ഠിച്ച് അതിൻ്റെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് അത് അനുഷ്ഠിക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടവേളകളിലുള്ള മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അസ്സലവാത്തുൽ ഖംസു വൽ ജുമഅത്തു ഇലൽ ജുമഅ വ റമളാനു ഇലാ റമളാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു റമളാൻ കഴിഞ്ഞ് അടുത്ത റമളാൻ വരെ, ഒരു ജുമഅ കഴിഞ്ഞ് അടുത്ത ജുമഅ വരെ, അതുപോലെ തന്നെ ഒരു 5 നേരത്തെ നമസ്കാരം, ളുഹർ കഴിഞ്ഞ് അസർ വരെ, അസർ കഴിഞ്ഞ് ഇശ മഗ്രിബ് വരെ, മഗ്രിബ് കഴിഞ്ഞ് ഇശ വരെ, ഇശ കഴിഞ്ഞ് സുബഹി വരെ, ഇതിനിടയ്ക്കൊക്കെ കൃത്യമായി അതൊക്കെ പാലിച്ചു പോകുന്ന ആളുകളാണെങ്കിൽ അതിനിടയിലുള്ള മുഖഫിറാത്തും മാ ബൈനഹുന്ന, അതിനിടയിലുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടും. ഇദ്തുനിബത്തിൽ കബായിർ, വൻകുറ്റങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ വൻകുറ്റങ്ങൾ ഇതിങ്ങനെ പൊറുക്കപ്പെടുകയില്ല. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. സഹോദരന്മാരെ, നമുക്ക് സ്വർഗത്തിന് കുറേ വാതിലുകളുണ്ട്. ആ വാതിലുകൾക്കൊക്കെ പ്രത്യേക പേരുകളുണ്ട്. അതിലൊരു വാതിലിൻ്റെ പേര് ബാബുർ റയ്യാൻ എന്നാണ്. ബാബുർ റയ്യാൻ അഥവാ സായിമീൻ, നോമ്പ് നോറ്റ ആളുകൾക്ക് മാത്രമേ അതിലൂടെ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതിന് സായിമൂൻ, നോമ്പ് നോറ്റ ആളുകൾ എവിടെ എന്ന് അവരെ വിളിച്ച് അന്വേഷിക്കും. അപ്പോൾ അവർ ഹാജരാകും. അങ്ങനെ അവരെ മാത്രം ആ വാതിലിലൂടെ കടത്തിവിടും. അതുപോലെ അവിടെ വേറെയും വാതിലുകളുണ്ട്. ബാബു സലാത്തുണ്ട്, ബാബു സദഖയുണ്ട്, ബാബുൽ ജിഹാദുണ്ട്. ഇങ്ങനെ കുറേ വാതിലുകൾക്ക് ഓരോ പേരുകളാണ്. അതിലൊരു പേര് നോമ്പിൻ്റെ പേരാണ്. അത് റയ്യാൻ എന്ന വാതിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു
ഈ എല്ലാ വാതിലുകളിലൂടെയും അകത്ത് കയറാൻ അർഹതയുള്ള ആളാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഇതുപോലെ തന്നെ ഈ മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പുണ്യകരമായ കാര്യങ്ങളുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഞാൻ നേരത്തെ പറഞ്ഞു. ആ അവസാനത്തെ 10 പ്രത്യേകിച്ച് ഒറ്റ രാവുകളിൽ നമ്മൾ പള്ളിയിൽ കഴിച്ചു കൂട്ടാനും ഖുർആൻ പാരായണം ചെയ്യാനും നമസ്കാരത്തിൽ പങ്കെടുക്കാനും പ്രത്യേകം ശ്രദ്ധ കാണിക്കണം. അതുപോലെ തന്നെ അവസാനത്തെ 10-ൽ ഇഴ്തികാഫ് ഇരിക്കുക എന്ന ഒരു വലിയ സുന്നത്തുണ്ട്. ദുനിയാവിലെ എല്ലാ കാര്യങ്ങൾ കെട്ടുപാടുകളിൽ നിന്നും വിരമിച്ച് ഒരു സ്ഥലത്ത് അള്ളാഹുവിനെ മാത്രം ആരാധിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു സംവിധാനത്തിനാണ് ഇഴ്തികാഫ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റമദാൻ മാസത്തിലെ ഉംറ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതായത് ആരെങ്കിലും ഈ റമദാൻ മാസത്തിൽ ഒരു ഉംറ നിർവഹിക്കുകയാണെങ്കിൽ അവന് ഹജ്ജത്തും മഈ, എൻ്റെ കൂടെ എൻ്റെ സഹപാഠിയായിക്കൊണ്ട് ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം കിട്ടുമെന്നാണ്. ഇതുപോലെ പുണ്യകരമായ കാര്യമാണ് റമദാൻ മാസത്തിലെ നോമ്പ് തുറപ്പിക്കുന്ന കാര്യം. അതുപോലെ തന്നെ അവസാനത്തെ 10 കഴിഞ്ഞാൽ മറ്റു ദിവസങ്ങളിലേക്കാൾ കൂടുതൽ ഇബാദത്തുകളിൽ ശ്രദ്ധിച്ചിരുന്ന കാലമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് ഈ ഖുർആൻ. അതുകൊണ്ട് ഖുർആൻ തൊടണം, പാരായണം ചെയ്യണം. ഒരു തവണയോ 2 തവണയോ ഖുർആൻ ഖത്മ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് റമദാൻ മാസത്തിൽ എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ആ ഖുർആൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഹ്ലുൽ ഖുർആനാണ്, വഖാസത്തുഹു, അതിൻ്റെ ആളുകളാണ്. അതുകൊണ്ട് ആ ഖുർആൻ പാരായണം ചെയ്താൽ ഒരക്ഷരത്തിന് 10 അക്ഷരത്തിൻ്റെ പ്രതിഫലമാണ്. അതുകൊണ്ട് ആ ഖുർആൻ നമ്മൾ എവിടെയെങ്കിലും മാറ്റിവെച്ച് ഉദാസീനരായിരിക്കാൻ പാടില്ല. ഓരോ ഫർദ് നമസ്കാരത്തിൻ്റെയും ശേഷം 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിൽ ആ ഒരു ദിവസം കൊണ്ട് നമുക്ക് 1 ജുസുവോ 2 ജുസുവോ പൂർത്തിയാക്കാൻ കഴിയുന്നതാണ്. 2 ജുസു ഒരു ദിവസം ഓതുന്നവന് ആ റമദാൻ മുഴുവൻ കഴിയുമ്പോഴേക്ക് 2 തവണ ഖുർആൻ മുഴുവൻ ഓതി തീർത്ത പ്രതിഫലമാണ് കിട്ടുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇന്ന ഹാദൽ ഖുർആന തറഫുഹു ബിയദില്ലാ, ഈ ഖുർആൻ്റെ ഒരറ്റം അള്ളാഹുവിൻ്റെ കയ്യിലാണ്. വ തറഫുഹു ബിയദീക്കും, മറ്റേ അറ്റം നിങ്ങളുടെ കയ്യിലാണ്. ഒന്ന് പടച്ചോൻ്റെ കയ്യിലാണ്, മറ്റൊന്ന് വിശ്വാസികളുടെ കയ്യിലാണ്. അതുകൊണ്ട് തമസ്സകൂ ബിഹി, നിങ്ങളുടെ കയ്യിൽ അള്ളാഹ് തന്ന ഈ കയറ് നിങ്ങൾ വെറുതെ വിടാൻ പാടില്ല. ഫഇന്നക്കും, നിങ്ങൾ തീർച്ചയായും എന്നാൽ ലൻ തളില്ലു വലൻ തഹ്ലിക്കു, നിങ്ങൾ വഴിതെറ്റുകയില്ല, നശിച്ചു പോവുകയില്ല. ബഅദഹു അബദ, ആ ഖുർആനെ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം. അതുകൊണ്ട് ആ ഖുർആൻ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരന്മാരെ, സർവശക്തനായ അല്ലാഹു നമുക്കിവിടെ ഒരു പള്ളിയിൽ ജുമഅ ആരംഭിക്കുവാനുള്ള അവസരം കിട്ടിയിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ ഒരു ജുമയുടെ പ്രാധാന്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉൽ ഖുർആന വ യുദക്കിറുൻ നാസ്, ഖുർആൻ പാരായണം ചെയ്യുകയും ജനങ്ങളെ ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഈ പള്ളിയെടുത്ത മഹൽ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഹത്തായ പ്രതിഫലം കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരിലാണ് ഈ പള്ളി എടുത്തിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഹത്തായ പ്രതിഫലം കൊടുക്കട്ടെ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ബനാ മസ്ജിദൻ ലില്ലാഹി ക മഫഹസി ഖതാത്തിൻ ഔ അസ്ഗറ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഒരു പള്ളി എടുത്താൽ ക മഫഹസി ഖതാത്തിൻ, ഒരു കാടപ്പക്ഷിയുടെ കൂട് പോലെ, ഔ അസ്ഗറ മിൻഹു, അതിനേക്കാൾ ചെറുതായി. വലിയ വലിയ ആഡംബരമുള്ള ഭയാനക പള്ളി ആവണമെന്നില്ല. ജനങ്ങൾക്ക് നമസ്കരിക്കാനുള്ള ഒരു പള്ളി ഉണ്ടാക്കിയാൽ ആ പള്ളി അത് നിർമ്മിച്ച വ്യക്തിക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരു വീട് നൽകും. ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹു അദ്ദേഹത്തിന് ഒരു വീട് കൊടുക്കും. ഈ മുതബർരിഅന്, ഈ സംവിധാനം ഇവിടെ ഒരുക്കിയ, ഇത്രയധികം ആളുകൾക്ക് ഈ പള്ളിയിൽ വന്ന് നമസ്കരിക്കുവാനുള്ള സൗകര്യമുണ്ടാക്കിയ ആ സഹോദരനും ആ കുടുംബത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ ഒരു വലിയ ഭവനം പണിതുകൊണ്ട് ഇതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൂലി കൊടുക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ മുഖാമാ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وأقيم الصلاة.